ഹലോ ഗൈസ്, നമ്മൾ വന്നിട്ടുള്ള പഴയൊരു ക്ലോക്കുമായിട്ടാണ്. ഈ ക്ലോക്ക് ഏകദേശം 20 വർഷമായി യൂസിങ് ഇല്ല. അപ്പോൾ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫുള്ള് സെറ്റാക്കി എടുക്കാനാണ് ഉദ്ദേശിച്ചത്. ബാറ്ററി ഇടുന്ന ഭാഗത്ത് തുരുമ്പുണ്ട്, നല്ല തുരുമ്പുണ്ട്. അപ്പോൾ ഒന്ന് സെറ്റാക്കി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ ഒരു ബാറ്ററി ഇട്ട് നോക്കി ടെസ്റ്റ് ചെയ്യാണ്. ഏകദേശം 20 വർഷം പാക്കുള്ളതുകൊണ്ട് വർക്കാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് നോക്കുകയാണ്. അപ്പോൾ ബാറ്ററി ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ക്ലോക്ക് വർക്കാണ് നോക്കുകയാണ്. ഇപ്പോൾ ക്ലോക്ക് വർക്ക് ചെയ്യുന്നില്ല. വീട്ടിൽ പഴയ ക്ലോക്ക് ഇങ്ങനെ കണ്ടപ്പോൾ നമുക്ക് സെറ്റാക്കി എടുത്താലോ വിചാരിച്ചപ്പം ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ക്ലോക്കിൻ്റെ ബോഡി ഒന്ന് അഴിച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണ് കേട് എന്ന് നോക്കണം. അപ്പോൾ 4 സ്ക്രൂവും അഴിച്ചു മാറ്റുകയാണ്. അപ്പോൾ ഇനി എന്താണ് കംപ്ലൈൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ബോഡി തുറന്നു നോക്കാൻ പോവുകയാണ്. അപ്പോൾ തുറന്നു നോക്കിയിട്ട് എന്താണ് കംപ്ലൈൻറ്റ് നോക്കണം. ബാറ്ററിൻ്റെ കണക്ഷനിക്ക് തന്നെ റെഡ് വയർ ഇങ്ങനെ പൊട്ടി കിടക്കുന്നതായിട്ട് കാണും. അപ്പോൾ അതുതന്നെ ആയിരിക്കും കംപ്ലൈൻറ്റ്. വേറെ വയറൊന്നും പൊട്ടിയതായിട്ട് കാണുന്നില്ല. അപ്പോൾ ആ വയറൊന്നും നമുക്ക് സെറ്റാക്കി എടുക്കേണ്ടതുണ്ട്. ആ വയർ സെറ്റാക്കിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യണം. അപ്പോൾ ആ വയർ തുരുമ്പൊടിച്ച് പോയി ഫുള്ള് പൊട്ടി കിടക്കുകയാണ്. അപ്പോൾ ആ വയർ ഷോൾഡർ ചെയ്തെടുത്ത് സെറ്റാക്കണം. അതിൻ്റെ അടുത്തുള്ള മറ്റേ കണക്ഷൻ അത് നല്ലോണം തുരുമ്പൊടിച്ചാണ്, പക്ഷേ കണക്റ്റ് പോയിട്ടില്ല. അതിൻ്റെ അടുത്തുള്ള സ്പീക്കറൊക്കെ തുരുമ്പൊടിച്ച് ഇല്ലാതായിന്. ബാക്കി വയറിനൊന്നും എന്തും കംപ്ലൈൻറ്റ് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് ഫുള്ള് സെറ്റാക്കിയിട്ട് നോക്കുക. എന്നിട്ട് ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ വയർ മാത്രമേ കംപ്ലൈൻറ്റ് ഉണ്ടാവുള്ളൂ. ബാറ്ററി ഡയറക്റ്റ് തന്നെ ആ റെഡ് വയർമേക്ക് കണക്ഷൻ കൊടുക്കുകയാണ്. അതാവുമ്പോൾ പെട്ടെന്ന് വർക്ക് ചെയ്യും. മറ്റ് അവിടെ ഒന്ന് ഉരുമ്പിയത് കൊണ്ട് കണക്ഷൻ കിട്ടാൻ പണിയായിരിക്കും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് തന്നെ ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുക്കുകയാണ്. വയർ ഷോൾഡർ ചെയ്യാൻ ഒന്ന് ചെത്തി കൂർപ്പിച്ച് സെറ്റാക്കി എടുക്കണം. വയറൊന്ന് സെറ്റാക്കി എടുത്തിട്ട് നേരെ ബാറ്ററിൻ്റെ സൈഡിലേക്ക് നേരെ ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. തുരുമ്പൊടിച്ചുകൊണ്ട് അതിൻ്റെ അടിയിൽ ഷോൾഡർ ചെയ്യാൻ പറ്റില്ല. ഷോൾഡർ ചെയ്തിട്ട് പിടിക്കണില്ല. അപ്പം നേരിട്ട് ബാറ്ററിക്ക് തന്നെ കൊടുക്കുകയാണ്. ബാറ്ററി കൊടുക്കുമ്പോൾ പെട്ടെന്ന് വർക്ക് ചെയ്യും. അപ്പോൾ അവിടെ തുരുമ്പൊന്ന് ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആ വയർ വലിപ്പമില്ലാത്തതുകൊണ്ട് ചെറിയൊരു വയർ പീസ് എടുത്തിട്ടുണ്ട്. ആ വയർ പീസ് മറ്റേ വയർമേക്ക് നേരെ കണക്ഷൻ കൊടുത്ത് നമ്മളെ ബാറ്ററിയിലേക്ക് ഷോൾഡർ ചെയ്യാണ്. ഏകദേശം 2 വർഷത്തിന് ശേഷം വർക്ക് ചെയ്യിപ്പിച്ചതുകൊണ്ട് വർക്ക് ചെയ്യുമോ അറിയില്ല, എന്നാലും നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. 20 വർഷം പഴക്കമുണ്ട്. ബാറ്ററിക്ക് കണക്ഷൻ കൊടുക്കാനുള്ള വയറൊന്ന് ഷോൾഡർ ചെയ്തെടുക്കണം. അപ്പോൾ ആ വയറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ട് ഷോൾഡർ ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഷോൾഡറൊക്കെ ചെയ്താണ്. ഇനി ഷോൾഡർ ചെയ്ത വയർ നേരെ ബാറ്ററിയിലേക്ക് ഷോൾഡർ ചെയ്യണം. ഇനി ബാറ്ററിയിലേക്ക് കണക്ഷൻ വരുന്ന ആ വയറിൻ്റെ ഉള്ളിൽ കൂടെ അവിടെ ഒരു ഹോൾ വരുന്നുണ്ട്. ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ആ ബ്ലാക്ക് വയർ ഒന്ന് കയറ്റിയെടുത്ത് നേരെ ബാറ്ററിൻ്റെ കണക്ഷൻ നേരെ പുറത്ത് കൊണ്ടുവരികയാണ്. പുറത്തുനിന്ന് നേരെ ബാറ്ററിയിലേക്ക് ഷോൾഡർ ചെയ്യുക. ഷോൾഡർ ചെയ്തെടുത്താൽ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ബാറ്ററി ഇട്ട് കൊടുക്കാനും സുഖമായിരിക്കും. ബാറ്ററിയിലെ ചാർജ് കഴിയുമ്പോൾ പുറത്തുനിന്ന് തന്നെ ബാറ്ററി മാറ്റാനുള്ളൊരു സുഖത്തിനാണ് ബാറ്ററിൻ്റെ വയർ പുറത്തു കൂടെ ഇട്ടത്. ബാറ്ററിൻ്റെ ഒരു സൈഡ് ഷോൾഡർ ചെയ്താണ്ട് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയാൽ സാധനം വർക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ബാക്ക് കൂടെ കൊടുത്തത്. ഇനി ബാറ്ററി നേരെ താത്തിയിട്ട് ഈ സൈഡൊന്ന് ജസ്റ്റ് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, നേരെ ബാറ്ററിൻ്റെ കണക്ഷൻ നേരെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ബാറ്ററി മാറ്റാനും സുഖമായിരിക്കും. ഇനി ക്ലോക്ക് വർക്ക് ചെയ്യേണ്ടത് നോക്കണം. ക്ലോക്ക് ഒന്ന് മറിച്ച് നോക്കട്ടെ. ക്ലോക്ക് വർക്കാണോ എന്ന് ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ ക്ലോക്ക് വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ക്ലോക്ക് ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഒന്ന് അയച്ചു നോക്കിയാൽ ചെറിയ വയർ പൊട്ടിയോ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവുള്ളൂ.
അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ സെറ്റാക്കി എടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമൻറ്റും ചെയ്യണം.